നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇതിൽ ഫലങ്ങൾ പറയാനായിട്ട് നമ്മൾ 3 ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ശിവപാർവതിയുടെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം മുരുക ഭഗവാന്റെ ചിത്രമാണ്. മൂന്നാമത്തേത് ഗണപതി ഭഗവാനാണ്. ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെക്കുറിച്ച് ഒരു രഹസ്യമുണ്ട്. നിങ്ങൾക്ക് ഉടനെ നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം തന്നെ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. ശേഷം നന്നായിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തി തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഈശ്വരൻ്റെ ഫോട്ടോയിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ചായുന്നത് ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചിത്രം തന്നെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ദേവതാ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏതൊരാഗ്രഹവും ഇവിടെ പ്രാർത്ഥിക്കാവുന്നതാണ്. എന്ത് തന്നെ ആയാലും, അതിപ്പോൾ ഒരു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ചാകാം, ഇനി അതുമല്ലെങ്കിൽ ജോലിക്കാര്യത്തെക്കുറിച്ചാകാം, എന്തുമാകട്ടെ. എന്താഗ്രഹമാണെങ്കിലും ആ ഒരു ആഗ്രഹം നടക്കുമോ അല്ലെങ്കിൽ ഈശ്വരൻ നടത്തിത്തരയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളൊരു ചിത്രത്തിൽ തൊടേണ്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. ഇത് തൊടുകുറി ശാസ്ത്രമാണ്. അനേകം പശുക്കൾക്കിടയിൽ നിന്നും പശുക്കുട്ടി അതിൻ്റെ അമ്മയെ എപ്രകാരം തിരിച്ചറിയുന്നുവോ അപ്രകാരം പൂർവ്വജന്മകൃതമായിട്ടുള്ള കർമ്മഫലം തൽകർത്താവിനെ അനുഗമിക്കും എന്നുള്ളതാണ്. ഇത് വ്യാസസുഭാഷിതമാണ്. ലോകത്തിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ജ്യോതിശാസ്ത്രം. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ വിവിധ തലങ്ങളെ വെളിപ്പെടുത്തുന്ന ആധികാരിക ശാസ്ത്രമാണിത്. നമ്മുടെ ഭൂതം, ഭാവി എന്നിവ അറിയാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ദിവ്യശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത്. സകല ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനും പണ്ഡിതനുമായിരുന്ന സഹദേവ രാജകുമാരന്റെ ഈ തൊടുകുറി ശാസ്ത്രത്തിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ് ഇതും. ശിവപാർവതി, മുരുക ഭഗവാൻ, ഗണപതി, ഈ ചിത്രത്തിൽ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം, അത് നടക്കുമോ അതല്ലെങ്കിൽ നടക്കാൻ എന്തുമാത്രം സമയമെടുക്കും, അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. നിങ്ങൾക്കതിന് കഴിയുമോ ഇല്ലയോ എന്നത് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ദൈവിക ചിത്രം ഏതാണോ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം കൂടെ നിങ്ങൾ അടിയുറച്ച് അതിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. ഇനി ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവപാർവതിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ശിവപാർവതി ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഗ്രഹസ്ഥിതികൾ അനുകൂലമായിട്ട് മാറാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിച്ച ഒരാളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ചതിവുകൾ പറ്റിയിട്ടുണ്ട്. അയാളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അയാൾ ആരുമായിക്കൊള്ളട്ടെ, ഇനി അയാളെ വിശ്വസിക്കരുത്. സകലവിധ ഗുണങ്ങളുമുള്ള ഈശ്വര വിശ്വാസം ഏറെയുള്ള, അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന, നേട്ടങ്ങൾ കൊതിക്കുന്ന നിങ്ങൾക്കിനി നല്ല കാലം തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ആഗ്രഹം, ആ ഒരു കാര്യമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. ഏറെക്കാലമായിട്ട് നിങ്ങൾ കൊതിച്ചിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. അതിന് വലിയ ദൈർഘ്യമൊന്നുമില്ല. ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നം നിങ്ങൾക്ക് സഫലമായി കിട്ടും എന്നതാണ്. അതാണ് ഇവിടെ ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെയുണ്ട്.
ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധികൾക്കും നേട്ടങ്ങൾക്കും കാരണമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരുപാട് നന്മകൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിലായാലും, നിങ്ങൾ ഒരു വിദേശവാസം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും സാധ്യമാകും. നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും. അത്രയേറെ നല്ല സമയമാണ് നിങ്ങൾക്കിനി വരാനായിട്ട് പോകുന്നത്. അർദ്ധനാരീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അത് ഭാഗ്യമാണ്. ക്ഷേത്ര ദർശനം നടത്താനായിട്ട് വിട്ടുപോകരുത്. കൂടെയുള്ളവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊന്നും നിങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് അഭിവൃദ്ധിയുടെ കാലമാണ്. നിങ്ങൾക്ക് ധാരാളം പ്രശസ്തി ഉണ്ടാകും. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം, നിങ്ങളുടെ ആ ഒരു മനസ്സിലെ നന്മ എല്ലാവരും തിരിച്ചറിയും. അതോടൊപ്പം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെയും സ്നേഹത്തിന് വില കൽപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭാഗ്യം ഒരുപാടുണ്ടാകും. ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ശിവപാർവതിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ശിവപാർവതിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവർ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ധർമ്മം ചെയ്യുമ്പോൾ മടികാട്ടരുത്. ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ശിവപാർവതിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു തന്നെ കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നിറവേറ്റുവാൻ കഷ്ടപ്പെടേണ്ടി തന്നെ വരും. അതായത് നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫലം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്ക് സമ്പത്തിൽ കണ്ണുള്ളവരും ദുരഭിമാനികളും പണം ദുരുപയോഗം ചെയ്യുന്നവരും എടുത്തുചാട്ടക്കാരും സഹനശക്തി ഇല്ലാത്തവരും കുശാഗ്ര ബുദ്ധിയുള്ളവരുമായിരിക്കും. മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് അധിക താമസമില്ലാതെ വിചാരിച്ച കാര്യം നേടിയെടുക്കുവാൻ തന്നെ സാധിക്കും. ആദ്യം അല്പസ്വല്പം തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതിന് സമയമെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ സമയമെടുത്താലും അത് സക്സസ് ആയി തന്നെ തീരും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നു തന്നെ കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊതിക്കുന്ന ഒരു കാര്യത്തിന് സമയമെടുക്കും എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ്. മുരുകക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ പാലഭിഷേകം നടത്തുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊതിക്കുന്ന നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നതാണ്. ഏകദേശം ഒരു 7 ദിവസത്തിനകം നിങ്ങൾക്കൊരു നല്ല കാര്യം സംഭവിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് ജീവിത വിജയമുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഭാഗ്യശാലികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മിക്കപ്പോഴും സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലെല്ലാം നിങ്ങൾ പല കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളാണ് നിങ്ങളെ പിൻവലിയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മടി നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള കാരണം. എന്നാൽ എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും കഠിനമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് കഴിയും എന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും അത് സ്റ്റോപ്പ് ചെയ്ത് അത് വിട്ടിട്ട് പോകാനായിട്ട് പാടില്ല. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന പ്രാർത്ഥനകൾ അർപ്പിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നു തന്നെ കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഉറപ്പാണ്.
ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്നവൻ, സകല വിഘ്നങ്ങളെയും മാറ്റി തൻ്റെ ഭക്തർക്ക് എല്ലാം അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ആൾ. ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ്. നിങ്ങളുടെ വിഘ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും എന്നതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് വലിയ കാലതാമസമൊന്നുമില്ല. ജീവിതത്തിൽ നിങ്ങൾ എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാണോ ഗണപതി ഭഗവാന്റെ ചിത്രത്തിൽ തൊട്ടത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ അല്ലെങ്കിൽ എന്താഗ്രഹിച്ചാണോ ഇതിൽ തൊട്ടത് തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ കറുകമാല അർപ്പിക്കണം, മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ശിവപാർവതിമാരുടെയും മുരുക ഭഗവാന്റെയും ഗണപതിയുടെയും ചിത്രത്തിൽ തൊട്ട എല്ലാവർക്കും ഐശ്വര്യം തന്നെയാണ്. പക്ഷേ മുരുക ഭഗവാന്റെ ചിത്രത്തിൽ തൊട്ട നിങ്ങൾക്ക് അല്പം സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം അനുഭവപ്പെടും. എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.